നമസ്കാരം. എറണാകുളം പാലാരിവട്ടത്ത് തിരുവോണ ദിവസം ഒരു കടയ്ക്ക് മുന്നിൽ ഇട്ടിരുന്ന അത്തപ്പൂക്കളം ചവിട്ടി അലങ്കോലപ്പെടുത്തുന്നൊരു മുസ്ലിം പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത, ആ ദൃശ്യങ്ങൾ സഹിതം തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വിശകലനവും ആ വാർത്തയോടൊപ്പം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് പ്രേക്ഷകരും വളരെ കാര്യമായിട്ട് തന്നെ കമൻറ്റുകളിലൂടെ ആ വിഷയത്തോട് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് കൗതുകകരമായ വളരെ ശ്രദ്ധേയമായൊരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഗൗരി ശങ്കരി എന്നൊരു ഫേസ്ബുക്ക് ഐഡിയാണ് ആ കുറിപ്പിട്ടിരിക്കുന്നത്. ആ കുറിപ്പ് ഒരല്പം വ്യത്യസ്തമായ രീതിയിലുള്ള കുറിപ്പാണ്. കാരണം ഞാൻ പറഞ്ഞ അഭിപ്രായം ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് പ്രസക്തമല്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഗൗരി ശങ്കരിക്കുള്ളത്. ആ ഒരു കാഴ്ചപ്പാടും പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ആ കുറിപ്പ് അതേപടി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ കുറിപ്പിലേക്ക് പോകാം. ഗൗരി ശങ്കരി തുടങ്ങുന്നത് ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ്. ആ CCTV ദൃശ്യത്തിലെ ഒരു വിവിധ ആംഗിളുകളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ഫ്രെയിമുകളിൽ എടുത്ത് കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തി. ആ ചിത്രം ഞാൻ ഇതിനോടൊപ്പം പങ്കുവയ്ക്കാം. ചിത്രം ഒന്ന് കണ്ടോളൂ. കണ്ടതിന് ശേഷം നമുക്ക് കുറിപ്പിലേക്ക് പോകാം. കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇത് കൃത്യമായൊരു സൈനാണ്. കേവലം ഒരു പൂക്കളം ചവിട്ടിത്തെറിപ്പിച്ച് ചുമ്മാ അങ്ങ് പോവുകയല്ല. ഉള്ളിലുള്ള അസഹിഷ്ണുതയാണ്, മതഭ്രാന്താണ്, മതവെറിയാണ് ഈ വൃത്തികെട്ട സ്ത്രീയെ കൊണ്ട് ചെയ്യിച്ചത്. ഉള്ളിൻ്റെ ഉള്ളിലൊരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാകാൻ വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഒരുപക്ഷെ ഒത്തിണങ്ങി ഒരുത്തി എന്നും പറയാം. ഇത് സംഘികൾക്ക് നേരെ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കളയരുത്. കേരളത്തിൽ നിന്നും ഈ സ്ത്രീക്കെതിരെ പരാതി നൽകാൻ ആൾക്കാർ മുന്നോട്ട് വരണം. സംഘികൾക്ക് നേരെയല്ല, ഹൈന്ദവർക്ക് നേരെയല്ല, കേരള സമൂഹത്തിന് നേരെയാണ് ആ പൂക്കളം ചവിട്ടിത്തെറിപ്പിച്ച ഈ സ്ത്രീ നടന്നുപോയത്. ഇനി ചില സാങ്കല്പിക സാഹചര്യങ്ങൾ ചില പോയിന്റുകളായി ഗൗരി ശങ്കരി അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരുപക്ഷെ ഒരു കുഞ്ഞു കുട്ടിയിരുന്ന് പൂക്കളം ഇടുകയായിരുന്നു എന്ന് സങ്കല്പിക്കുക. അതൊരാളൊഴിഞ്ഞ പ്രദേശമായിരുന്നു എന്ന് സങ്കല്പിക്കുക. അവിടെ CCTV ഒന്നും ഇല്ലാത്ത ഇടമായിരുന്നു എന്ന് സങ്കല്പിക്കുക. 101% ഉറപ്പാണ് ഈ വൃത്തികെട്ട സ്ത്രീ അവിടെ ഒരു കുഞ്ഞുങ്ങളിരുന്ന് പൂക്കളം ഇടുന്ന കണ്ടിരുന്നുവെങ്കിലും കുഞ്ഞുങ്ങളെ ആക്രമിക്കുകയോ അതുമല്ലെങ്കിൽ ആ പൂക്കളം ഇതുപോലെ ചവിട്ടിത്തെറിപ്പിച്ച് തന്നെ മുന്നോട്ട് പോയേനെ. ആർക്കെങ്കിലും സംശയമുണ്ടോ? എനിക്കില്ല. ഈ പണി കാണിച്ച സ്ത്രീയെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടണം. അതാരാണ് ചെയ്തതെന്ന് എനിക്കും നിങ്ങൾക്കും നമുക്കും ഓരോരുത്തർക്കും അറിയാനുള്ള അവകാശമുണ്ട്. സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുവാനും കലാപം ഉണ്ടാക്കുവാനും ശ്രമിച്ച പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം എന്നേ പറയുവാനുള്ളൂ. അതൊന്നും പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗൗരി ശങ്കരിയുടെ വികാരത്തെ ഞാൻ പൂർണ്ണമായും മാനിക്കുന്നു. കാരണം ആ പറഞ്ഞ പോയിന്റുകൾ വളരെ കറക്റ്റാണ്. കാരണം CCTV ഇല്ലാത്തൊരിടത്ത് കുഞ്ഞുങ്ങൾ ഇത്തരത്തിലൊരു പൂക്കളം ഇടുന്നത് ഈ വൃത്തികെട്ട സ്ത്രീ കണ്ടിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ ആക്രമിക്കുവാൻ പോലും അവർ മുതിർന്നേനെ. അത്ര മതഭ്രാന്ത് അവരുടെ ആ പ്രവൃത്തിയിൽ പ്രകടമാകുന്നുണ്ട്. പൊതുവിടത്തിൽ ഈ പണി കാണിച്ച ഒരുത്തി തക്കം കിട്ടിയാൽ ആരുമില്ലെങ്കിൽ എന്തൊക്കെ കാണിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്ത്രീ ആരെന്ന് കണ്ടെത്തുന്നത് വരെ അന്വേഷണം തുടരുക. അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ആഘോഷത്തിൽ ഈ സ്ത്രീ ചെയ്യുന്ന പണി കാരണം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവുകയും ഒരുപക്ഷെ ഒരു കലാപത്തിലേക്ക് അത് മാറുകയും ചെയ്യില്ലെന്ന് ആര് കണ്ടു? ഈ വൃത്തികേട് കാണിച്ച സ്ത്രീ ആരെന്ന് ഞങ്ങൾ പൊതുജനത്തിന് അറിയണം. DYFIക്കാരോ രാഹുൽ ഈശ്വറോ സണ്ണി കപ്പിക്കാടിനോ ഒക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ കാണുമോ? സാധ്യതയില്ല. ഇനി ആരെങ്കിലും പോലീസിൽ പരാതി നൽകിയാൽ എന്ത് നടക്കുമെന്നും മുൻകൂട്ടി പറയട്ടെ. ആ സ്ത്രീക്ക് മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്നതാണെന്നും ചികിത്സയിൽ കഴിയുന്നതാണെന്നും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചാൽ കേസെടുക്കുമെന്നും ഒരു ഇണ്ടാസ് ഇങ്ങോട്ട് ഇറക്കും. തുളസിത്തറയിൽ കുറച്ച് സ്റ്റാറുകളിട്ട് മുടി വലിച്ചെറിഞ്ഞ ഒരുത്തൻ്റെ വീഡിയോ കേസായപ്പോൾ ഓർക്കുന്നില്ലേ? തത്വമയി ന്യൂസ് വിശദമായി തന്നെ പറഞ്ഞതാണ്. ഗുരുവായൂരാണ് ഈ സംഭവം. ഒരു ഹോട്ടൽ മുതലാളിയാണ് തുളസിത്തറയിൽ ഗുഹ്യരോമം പറിച്ച് ഇട്ടത്. ആ വീഡിയോ പ്രചരിപ്പിച്ച് അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ആദ്യം തൃശ്ശൂർ പോലീസ് കമ്മീഷണറാണെന്നാണ് എൻ്റെ ഓർമ്മ, സബ്ജക്റ്റ് ടു കറക്ഷൻ, നേരിട്ട് വന്ന് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കും, അയാൾ മാനസിക രോഗിയാണെന്ന്. പിന്നീട് രൂക്ഷമായ വിമർശനം, അത്തരത്തിലൊരു മാനസിക രോഗിക്ക് ഹോട്ടൽ നടത്തുവാനുള്ള ലൈസൻസ് ആര് കൊടുത്തു എന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ തത്വമയി ന്യൂസ് ഉൾപ്പെടെ ഉയർത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രക്രിയയിൽ നിന്ന് അവർ പിന്മാറുകയും അയാൾക്കെതിരെ കേസെടുക്കാനെങ്കിലും മുതിരുകയും ചെയ്തത്. അത് തന്നെയാണ് ഗൗരി ശങ്കരിയുടെ ആശങ്കയോടുകൂടി പങ്കുവയ്ക്കുന്നത്. ആ വിവരം തന്നെയാണ്. തുളസിയും തുളസിത്തറയും കാണുമ്പോഴും പൂക്കളം കാണുമ്പോഴും കുത്തിമറിച്ചിടാനും നിന്ദിക്കാനും ചിലർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? NB ഈ വീഡിയോയുടെ താഴെ ഒരുപാട് സഹോദരന്മാർ എഴുതി വെച്ചേക്കുന്നത് കണ്ടു. ആ ചവിട്ടിത്തെറിപ്പിച്ച് പോകുന്നത് സംഘിണിയാണത്രേ. മനഃപൂർവ്വം തലയിൽ തട്ടമിട്ടൊരു വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വൃത്തികെട്ട പണി കാണിച്ചത് സംഘിയാണെങ്കിൽ തൂക്കി അകത്തിടണം. ഒറ്റ ഹൈന്ദവനും ക്രിസ്ത്യാനിയും ആ സ്ത്രീക്ക് വേണ്ടി വാദിച്ച് രംഗത്തെത്തില്ല.
അത് നിശ്ചയമായ കാര്യമാണ്. ഇതിനി ഒരു ഹിന്ദു ആണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം മറുഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ സ്ത്രീയെ കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ എൻ്റെയും അഭിപ്രായം. മറിച്ചാണെങ്കിലോ ലോ 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 ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരുപക്ഷെ മുഖം മറച്ച് തട്ടമിട്ട് പോകുന്നത് കാരണം ആരും തന്നെ തിരിച്ചറിയില്ല എന്നൊരു വല്ലാത്ത ഓവർ കോൺഫിഡൻസ് കൂടി ഈ സ്ത്രീക്കുണ്ടെന്ന് തോന്നുന്നു. കാലക്രമത്തിൽ ഒരാളുടെ ഐഡൻറ്റിറ്റി തന്നെ മറച്ച് പൊതുവിടങ്ങളിൽ ഇറങ്ങുന്നത് അത് ഏത് മതത്തിൻ്റേതായാലും അനുവദിക്കില്ലെന്ന് വാദിച്ചെത്തുന്നവരുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ളവരുടെ എണ്ണവും കൂടാനാണ് ചാൻസ്. ഇത്തരം സംഭവങ്ങൾ അതിലേക്കാണ് വഴി വയ്ക്കുന്നത്, അതിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. കാരണം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പൊതു ഇടങ്ങളിൽ ഒരാളുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റിയായ മുഖം മറച്ച് നടക്കരുത് എന്ന നിയമം കർശനമായി വരണം. വീഡിയോയിൽ കണ്ടതിൽ നിന്ന് മനസ്സിലായത് തലയിൽ തട്ടമിട്ട മറ്റൊരു സ്ത്രീ കൂടി ആ സ്ത്രീക്കൊപ്പം നടന്നു വന്നിരുന്നു എന്നാണ്. അന്തസ്സുള്ള ആ സ്ത്രീ പൂക്കളത്തിൽ ചവിട്ടാതെ മാന്യമായി മാറി നടന്നുപോയി. ഒരുപാട് ബഹുമാനം സഹോദരി. എന്തുകൊണ്ട് ആണ് ഭംഗിയുള്ള പൂക്കൾ കൊണ്ടിട്ട നല്ലൊരു പൂക്കളം, അതും ആർക്കും ദ്രോഹം ചെയ്യാതെ ചവിട്ടി ദൂരെ എറിയണമെന്ന് ആ സ്ത്രീക്ക് തോന്നാനുണ്ടായ കാരണം? നല്ലവരായ മറ്റുള്ളവരെ കൂടി സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഈ പണി. അന്തിച്ചർച്ചകളില്ല, ഇതിൻ്റെ പേരിൽ നാടകം കളിക്കാൻ ആളുണ്ടാവില്ല, സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റില്ല, അടുപ്പ് കൂട്ടി ചർച്ചയില്ല. എന്താ അല്ലേ ശങ്കരി? ഇതാണ് ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം. ഈ കുറിപ്പിനെ സംബന്ധിച്ച് വലിയ വിശദീകരണങ്ങളും വിശകലനങ്ങളൊന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്തരത്തിലൊരു ആവശ്യം ഈ കുറിപ്പിലില്ല. കാരണം വളരെ ഗ്രാമ്യമായ ഭാഷയിൽ വളരെ വിശദമായി തന്നെ ഗൗരി ശങ്കരി ആ കുറിപ്പിൽ അവരുടെ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. രാവിലെ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിരുന്നത് അവരെ കണ്ടെത്തേണ്ട കാര്യമില്ല, പക്ഷേ ഇത്തരത്തിലുള്ള മനോരോഗങ്ങളെക്കുറിച്ച്, മനോരോഗമെന്ന് പറയുന്നത് മറ്റേ ഗുഹ്യരോഗം പറിച്ചിട്ടവൻ്റെയോ അല്ലെങ്കിൽ ഈ സ്ത്രീ ഇനി പറയുവാൻ പോകുന്ന പ്രതിരോധമായ മനോരോഗമോ അല്ല, മതമെന്ന മനോരോഗത്തെക്കുറിച്ച് അവബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം. കാരണം അവർ ആ മതഭ്രാന്തമായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ള അവബോധം. ഇപ്പോൾ ഞാൻ അഭിപ്രായം ഒന്ന് പരിഷ്കരിക്കുന്നു. ആ സ്ത്രീയെ കണ്ടെത്തേണ്ടത് ഗൗരി ശങ്കരി പറഞ്ഞതുപോലെ അത്യാവശ്യമാണെന്ന് തന്നെ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റുന്നു. ഇരുമ്പൊലക്കെയൊന്നുമല്ലല്ലോ, മാറ്റാമല്ലോ. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.